ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒട്ടുമിക്ക പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് വളരെ പെട്ടെന്ന് ഫില്ലാകുന്നു. അതുപോലെ നമ്മുടെ ഫോൺ വളരെ സ്ലോ ആകുന്നു. ഇതിനെല്ലാം തന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസിയായി ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ 2-3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് എല്ലാം ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടിപ്പ് എന്ന് നോക്കാം. നമ്മൾ ഇവിടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഇപ്രകാരം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിമൂവ് ആപ്പ് ഇൻഫോ ഷെയർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. ഇതിൽ നമ്മൾ പോകേണ്ടത് ആപ്പ് ഇൻഫോ എന്ന ടാബിലാണ്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്പാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോറേജ് എന്നൊരു ടാബ് ഇത് ഫസ്റ്റായി വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും ക്യാഷ് 217 MB ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റോറേജ് അഡീഷണലായി ഇവിടെ പോയിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇത് ക്ലിയർ ക്യാഷ് എന്ന് താഴെ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇവിടെ യൂസർ ഡാറ്റ 742 MB, ആപ്പ് സൈസ് 231 MB. അപ്പോൾ ഇത്തരത്തിൽ പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, ഈ ക്ലിയർ ഡാറ്റ എന്ന് കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കാകാതിരിക്കുമോ, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടാകുമോ എന്നെല്ലാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്രകാരം ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുകയാണ്. ഇപ്രകാരം നമുക്ക് ഇവിടെ നിന്നും ക്ലിയർ ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷനും അതുപോലെ ക്ലിയർ ക്യാഷ് എന്നും വന്നിട്ടുണ്ട്. ക്ലിയർ ഡാറ്റ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓൾ ആപ്പ് ഡാറ്റ ഇൻക്ലൂഡിംഗ് ഫയൽ സെറ്റിംഗ്സ് അക്കൗണ്ട്സ് ഡാറ്റാബേസ് ക്യാഷ് വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ്. അപ്പോൾ എല്ലാ സെറ്റിങ്ങും ഇതെല്ലാം തന്നെ റിമൂവ് ആകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ക്ലിയർ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ക്യാഷ് എന്നതിൽ പോയതിനു ശേഷം ഓക്കെ എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഡാറ്റ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാഷ് ഇവിടെ 0 ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അത്രയും സ്പേസ് നമുക്ക് ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്യാഷ് എല്ലാം ക്ലിയർ ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് അഡീഷണലായി കൂടുതൽ സ്പേസ് എല്ലാം നമ്മുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കാകുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനായി ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് വളരെ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ക്ലിയർ ഡാറ്റ എന്ന് കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണിത്. അതിനാലാണ് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത്തരത്തിൽ അധികം ആവശ്യമില്ലാത്തൊരു ആപ്ലിക്കേഷൻ എല്ലാം ആണെങ്കിൽ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്നതിൽ പോയതിന് ശേഷം സ്റ്റോറേജ് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്ന് കൊടുക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ നമ്മൾ സാധാരണ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്രകാരം ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ ഇത് റിമൂവ് എന്ന് കൊടുക്കുകയാണ്. ഇപ്രകാരം ഇത് ടാപ്പ് ചെയ്ത് റിമൂവ് എന്ന് കൊടുക്കുകയാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനാണോ റിമൂവ് ചെയ്യുന്നത് അതിനു മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇപ്രകാരം ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ആപ്പ് ഇൻഫോ എന്നതിൽ പോയതിന് ശേഷം സ്റ്റോറേജ് എന്ന ഈ ഒരു ഭാഗത്ത് പോയി ക്ലിയർ ഡാറ്റ എന്നതിൽ പോയതിന് ശേഷം ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം ഇതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഇപ്രകാരം ഈ ആപ്ലിക്കേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്ന കുറേ ഡാറ്റാസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായി നമുക്ക് റിമൂവ് ചെയ്യാം. അതിനാൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഡാറ്റ എല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് റിമൂവ് ചെയ്യാം. ഇപ്രകാരം ഇപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്.
ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ആണ്. വാട്സപ്പിലാണ് നമ്മുടെ മേജറായ ഒരുപാട് സ്റ്റോറേജ് എല്ലാം ഫില്ലാകുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്രകാരം ഞാനിപ്പോൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴേക്കായി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളും അതിൽ നമുക്ക് എത്ര MB എല്ലാമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന കൂടുതൽ ഡാറ്റാസ് എല്ലാം എവിടെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലാണ് കൂടുതൽ MB എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്രകാരം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. അതായത് ഈ ഗ്രൂപ്പിലേക്ക് അയച്ച വീഡിയോസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് ഒന്നും തന്നെ ആവശ്യമില്ല എങ്കിൽ ഇത്തരത്തിൽ ഇവിടെ സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന 700 MB ഇത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. അതായത് അത്രയും സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആകും. അതിനാൽ തന്നെ നമ്മുടെ ഫോണിൽ കൂടുതൽ സ്പേസ് എല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ഓരോ ഗ്രൂപ്പ് അതുപോലെ ചാറ്റ് ഇതെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡാറ്റ എല്ലാം ഇതിലുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. മെയിനായി നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇപ്രകാരം ഒരുപാട് കാണാൻ സാധിക്കും. അതായത് വലിയ ഫയൽസ് എല്ലാം ഉള്ള വീഡിയോസ് എല്ലാം ഇവിടെ നിന്നും നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്